വലിയൊരു അപകടത്തിൽപ്പെട്ട് തലനാഴേക്ക് ജീവൻ തിരിച്ചു കിട്ടിയ ആളാണ് മുൻ ബിഗ് ബോസ് താരമായ ഗബ്രി ജോസ്. ഇക്കഴിഞ്ഞ ജനുവരി 26 നേരമംഗലം ചെക്ക് പോസ്റ്റിൽ വെച്ചായിരുന്നു ഗബ്രിക്ക് വലിയൊരു അപകടം സംഭവിച്ചത്. ഏറെ കാലമായി പിന്നീട് ചികിത്സയിലായിരുന്നു. ഇപ്പോൾ ഇതാ അന്ന് തനിക്ക് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ളതൊക്കെ തന്നെയും വിശദമായി പങ്കുവെച്ചുകൊണ്ട് ഒരു വീഡിയോയിലൂടെ എത്തിയിരിക്കുകയാണ് ഗബ്രി. ഗബ്രിയുടെ വീഡിയോ 2 ദിവസം മുൻപാണ് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: കഥ ആരംഭിക്കുന്നത് ജനുവരി 24-നാണ്. അന്ന് എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചു. റിപ്പബ്ലിക് ഡേയുടെ അന്ന് നമുക്കൊരു റൈഡിന് പോയാലോ എന്ന് ചോദിച്ചു. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു വലിയൊരു ലോങ് ട്രിപ്പിന് പോകണമെന്നുള്ളത്, അതും ബൈക്കിൽ. അങ്ങനെ ഞാൻ ആദ്യമായി ബൈക്ക് വാങ്ങിക്കുന്നത് 2024-ലാണ്. എന്നാൽ ആ സമയത്ത് ഞാൻ അങ്ങനെ ലോങ് റൈഡൊന്നും പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു റൈഡിന്റെ കാര്യം അവൻ എന്നോട് പറഞ്ഞ സമയത്ത് ഞാൻ ഒന്നും തന്നെ ചിന്തിക്കാതെ സമ്മതം മൂളുകയായിരുന്നു. ആ സമയത്താണ് എൻ്റെ ഉപ്പ അബുദാബിയിലേക്ക് പോയത്. ഞാൻ ഒരുപാട് സന്തോഷിച്ചിരുന്നു. എന്നാൽ അദ്ദേഹം പോകുന്ന സമയത്ത് എന്നോടൊരു കാര്യം മാത്രമേ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ: ലോങ് റൈഡിനൊന്നും പോകരുത് എന്ന്, പ്രത്യേകിച്ച് ബൈക്കിൽ. എന്നാൽ ഞാൻ അതൊന്നും കാര്യമാക്കിയില്ല. എൻ്റെ മനസ്സിൽ വലിയൊരു ആഗ്രഹമായിരുന്നു ആ റൈഡിന് പങ്കെടുക്കണമെന്ന്. ചിലരൊക്കെ തന്നെ ഈ 17 ലക്ഷം മുതൽ 70 ലക്ഷം വരെയുള്ള വാഹനങ്ങളായിരുന്നു, അതായത് ബൈക്കുകളായിരുന്നു ഉപയോഗിച്ചിരുന്നത് റേസിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ കയ്യിലും നല്ലൊരു ബൈക്കുണ്ടായിരുന്നു. കൊച്ചിയിൽ നിന്നും കുട്ടിക്കാലത്തേക്കുള്ള റേസിലായിരുന്നു ഞാൻ പങ്കെടുത്തത്. ഞാനും വളരെയധികം ത്രില്ലിലായിരുന്നു. എനിക്കൊപ്പം ഉണ്ടായിരുന്നവർ ഏറെയും മുതിർന്നവരായിരുന്നു. ഞാൻ ശരീരത്തിന് ആവശ്യമായ പ്രോപ്പർ ഗിയറുകളൊന്നും തന്നെ ധരിച്ചിരുന്നില്ല. ഒരു ജീൻസും ഹുഡിയും ഹെൽമറ്റും ഗ്ലൗസും മാത്രമായിരുന്നു എൻ്റെ ശരീരത്തിൽ അന്ന് ഉണ്ടായിരുന്നത്. പ്രോപ്പർ ഗിയറുകൾ ധരിക്കാത്തത് കൊണ്ട് തന്നെ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് എൻ്റെ ജീവിതം എനിക്ക് പഠിപ്പിച്ചു തന്നു. 3-4 ടീമായി തിരിഞ്ഞാണ് പോയത്. കുട്ടിക്കാലത്തെത്തി അവിടെ വെച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഫസ്റ്റ് റൈഡ് ആയതുകൊണ്ട് ആരെയും അത്ര പരിചയമുണ്ടായിരുന്നില്ല. പിന്നീടാണ് പരിചയപ്പെട്ടത്. അവിടെയുള്ള സീനിയറിൽ പെടുന്ന ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞു, ഇനി ഇങ്ങനെ റൈഡിന് പോകുന്ന സമയത്ത് ഒരിക്കലും പ്രോപ്പറായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കാതെ വരരുത് എന്ന്. എന്നാൽ ഞാൻ അതുപോലും കാര്യമാക്കിയില്ല. അങ്ങനെ കുറേ ദൂരം സഞ്ചരിച്ചു. അങ്കമാലിയിലേക്കുള്ള റൂട്ടിലേക്കാണ് പിന്നീട് തിരിഞ്ഞത്. ആ സമയത്ത് ബൈക്കിന്റെ ബാക്ക് ടയർ സ്ലിപ്പാകുന്നത് പോലെ തോന്നി. എന്നാൽ ഞാൻ അതത്ര കാര്യമാക്കിയില്ല. പിന്നീട് നേരമംഗലം ചെക്ക് പോസ്റ്റിന്റെ ഭാഗം എത്തിയപ്പോൾ സ്കൂട്ടറിൽ പോവുകയായിരുന്ന ഒരു വ്യക്തി. അയാൾ പെട്ടെന്ന് വലതുവശത്തേക്ക് വാഹനം തിരിച്ചു. പെട്ടെന്ന് എനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ പോലും കഴിയാത്ത രീതിയിലായിരുന്നു വലിയൊരു അപകടമുണ്ടായത്. പിന്നീട് കണ്ണു തുറന്നത് ആശുപത്രിയിൽ വെച്ചാണ്. വലിയ വേദനയായിരുന്നു. ഒരുപാട് പെയിൻ കില്ലേഴ്സ് കഴിച്ചു, ഫലം കണ്ടില്ല. ഒരുപാട് വേദനിച്ചു. എന്നാൽ വലിയ മേജർ അപകടമായിരുന്നിട്ട് പോലും എനിക്ക് വലിയ രീതിയിലൊന്നും തന്നെ പറ്റിയില്ല. വലത് കൈയിനായിരുന്നു 90% പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നത്. എന്തായാലും ഞാനിപ്പോൾ ഓക്കെ ആയി. ദൈവത്തിന് ഒരുപാട് നന്ദി എന്നും തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഗബ്രി കുറിച്ചത്.